നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ നമ്മൾ പഠിച്ചു 1992-ലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വനിതകളാണ് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ 92-ൽ ദേശീയ വനിതാ കമ്മീഷൻ, 93-ൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ഏത് ദിവസമാണ്? ജനുവരി 31. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12-ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ഏതു പേരിൽ അറിയപ്പെടുന്നു? മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവൻ എന്നറിയപ്പെടുന്നു. മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. മുൻപ് ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? സർദാർ പട്ടേൽ ഭവൻ. ഇതും PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. സർദാർ പട്ടേൽ ഭവൻ ഏത് കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു എന്ന്. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ മാനവ് അധികാർ ഭവനാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. എത്ര പേരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ ചോദിച്ചാൽ അത് 6 ആണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ 6 അംഗങ്ങളാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്തു പോവാം? നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലോ, ആ രീതിയിൽ കണക്ട് ചെയ്യാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. ഇനി ചെയർപേഴ്സൺ എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിന്റെ പദവി? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, ചെയർമാൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് ചെയർപേഴ്സണെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അതുപോലെ പിരിച്ചുവിടുന്നതും ആര് തന്നെയാണ്? അത് രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കുക, രാഷ്ട്രപതിയാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ ആരാണ് നിയമിക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും മാറിപ്പോവരുത്. പഠിക്കുന്ന സമയം ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും. ഇനി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ എങ്ങനെയായിരുന്നു? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. ഇനി നോക്കൂ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ PSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് വി രാമസുബ്രഹ്മണ്യമാണ്. അപ്പോ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് വി രാമസുബ്രഹ്മണ്യമാണ്. പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 9ാമത് ചെയർമാൻ കൂടിയാണ് ആര്? വി രാമസുബ്രഹ്മണ്യം. അപ്പോ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. വി രാമസുബ്രഹ്മണ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ്, അധ്യക്ഷനാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അതാരാണ്? PSCയിലെ PYQ ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടറി ജനറൽ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ
സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നും പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അത് പ്രധാനമന്ത്രിയാണ്. മാറിപ്പോകരുത്. ചെയർമാനെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാല് അത് പ്രധാനമന്ത്രിയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി ആയിരിക്കും. സംസ്ഥാന തലത്തിൽ അത് മുഖ്യമന്ത്രി ആയിരിക്കും. പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇനി നോക്കൂ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിന് വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ 6 ആണ്. സംസ്ഥാന തലത്തിൽ എത്രയാണ്? 3 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അവിടെ രാഷ്ട്രപതി ആയിരുന്നു അല്ലെ? ദേശീയ തലത്തിൽ രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ചോദിച്ചാൽ അത് ഗവർണറാണ്. അപ്പോ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആര് തന്നെയാണ്? അത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് MM പരീദ് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് MM പരീദ് പിള്ള. നിലവിൽ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, മുൻപ് നമ്മൾ പറഞ്ഞു ദേശീയ തലത്തിൽ ആരായിരുന്നു? പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന തലത്തിൽ അത് മുഖ്യമന്ത്രി ആയിരിക്കും.